പലപ്പോഴും ആളുകൾ ഈ സോഷ്യൽ മീഡിയയിലും അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ എഴുതുക എന്താന്ന് ചോദിച്ചാൽ ഇസ്ലാം ഇന്നും നാളെയും തീരുന്നാണ്. ഇസ്ലാമിൻ്റെ വാലിഡിറ്റി, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഇപ്പം തീരും, നാളെ തീരും, മറ്റന്നാളെ തീരും എന്ന് പറഞ്ഞ് കിനാവ് കാണാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ഇത് തുടങ്ങിയത് ഇന്നും ഇന്നലെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനവുമായി കൊണ്ട് മക്കയിൽ അവിടെയുള്ള ആളുകളോട് വിളിച്ചു പറഞ്ഞുകൊണ്ട്, നിങ്ങൾ ഈ പറഞ്ഞ വിഗ്രഹങ്ങളെ ഒന്നുമല്ല ആരാധിക്കേണ്ടത്, അതിൻ്റെയൊക്കെ സട്ടാവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോ, നീ വാലറ്റവനാണ്, നിന്റെ കാലശേഷം ഇത് ഏറ്റെടുക്കാൻ പോലും ആരും ഉണ്ടാവില്ല, അതുകൊണ്ട് മുഹമ്മദിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തോടുകൂടി ഇത് തീരുന്ന് കിനാവ് കണ്ടവർ അന്ന് തുടങ്ങിയതാ. പിന്നെ പറഞ്ഞു കുരിശ് യുദ്ധത്തോടുകൂടി മുസ്ലിങ്ങൾ ഇല്ലാതാകുമെന്ന് കിനാവ് കണ്ടവർ. അതിനുശേഷം മംഗോളിയൻ പടയോട്ടത്തോടുകൂടി ഇസ്ലാം ഇല്ലാതാകുമെന്ന് കിനാവ് കണ്ടവർ. അതിനുശേഷം ഓറിയന്റലിസ്റ്റ് വിമർശനങ്ങൾ വന്നപ്പോ അതോടുകൂടി ഇസ്ലാം ഇല്ലാതാകുമെന്ന് കിനാവ് കണ്ടവർ. അതിനൊക്കെ ശേഷം വേറെ കുറച്ച് ആൾക്കാർ പറഞ്ഞു, ഇതാ ശാസ്ത്രം വരുന്നു, ശാസ്ത്രം വികസിച്ചാൽ ഇസ്ലാം ഇല്ലാതാകും. 20ാം നൂറ്റാണ്ടിലെ മെയിൻ കിനാവ് അതായിരുന്നു, ശാസ്ത്രം വളരുന്നു അതുകൊണ്ട് ഇസ്ലാം ഇല്ലാതാകും. ആ 20ാം നൂറ്റാണ്ടും കഴിഞ്ഞു, ഇസ്ലാം അതിനെയും അതിജയിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പറയുന്നത് സോഷ്യൽ മീഡിയയുടെ യുഗമാണ്, അതുകൊണ്ട് 20 വർഷം കൊണ്ട് ഇസ്ലാം ഇല്ലാതാകും, 30 വർഷം കൊണ്ട് ഇല്ലാതാകും എന്നൊക്കെയാണ് അല്ലെ. പല കിനാവുകൾ നമ്മൾ കണ്ടു. ഒരു ബിരുദൻ ഇസ്ലാമിന് വാലിഡിറ്റി കൊടുത്തത് 2028 ആകുമ്പോഴേക്കും ഇസ്ലാം ഇല്ലാതാകുന്നതാണ്. ഇപ്പൊ എത്രയായി? 2026, 2 വർഷം കൂടി ഉള്ളൂ, തീർന്നുട്ടോ. 2 വർഷം കൂടി ഇസ്ലാം തീർന്നു. ഇങ്ങനെ കിനാവ് കാണാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. പക്ഷേ സംഭവിക്കുന്നത് എന്താ? നമ്മൾ കണക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ ഇപ്പോ ഈ ഏറ്റവും അവസാനം വന്നിട്ടുള്ള പ്യൂ റിസർച്ചിന്റെ പഠനവും അതിലും പറയുന്നത് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇൻ ദ വേൾഡ് ഇസ്ലാം തന്നെയാണ്. ഇസ്ലാമാണ് ലോകത്തിന്നും, ഈ പറഞ്ഞ എല്ലാ കിനാവുകളും കണ്ടതിനു ശേഷവും ഇസ്ലാമാണ് ലോകത്തിന്നും ഏറ്റവും കൂടുതൽ വളരുന്ന മതം.